നന്മ 24 ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കാക്കനാട് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. റോഡിൽ വിള്ളൽ കണ്ടുകൊണ്ടാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത്. കാക്കനാട് സിഗ്നൽ ജംഗ്ഷനിൽ നിന്ന് പടമുകൾ ഭാഗത്തേക്ക് പോകുന്ന റൂട്ടിലാണ് വിള്ളൽ കണ്ടത്. ഇവിടെ വൺ വേ ആക്കി. എറണാകുളം ഭാഗത്തു നിന്ന് കാക്കനാട് ഭാഗത്തേക്ക് ഈ റോഡിലൂടെ വരാം. ഈ കാണുന്ന ഭാഗത്താണ് റോഡിന് വിള്ളൽ കണ്ടത്. ഇവിടെ സൈഡ് ബാരിക്കേഡ് വെച്ച് മറച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തു കൂടി ഉള്ള വാഹനമാണ് നിരോധിച്ചിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ എറണാകുളം ഭാഗത്തു നിന്ന് കാക്കനാട് ഭാഗത്തേക്ക് നേരത്തെ എങ്ങനെയാണോ വന്നിരുന്നത് അതുപോലെ തന്നെ വരാൻ സാധിക്കും. മറ്റ് ട്രാഫിക് ക്രമീകരണങ്ങൾ എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ തന്നെ നല്ല ട്രാഫിക് കുരുക്കുണ്ട്. അപ്പം ഇത് അറിഞ്ഞു വരികയാണെങ്കിൽ, അവിടുത്തെ നിലവിലുള്ള ട്രാഫിക് നിയന്ത്രണങ്ങൾ അറിഞ്ഞു വരികയാണെങ്കിൽ നമുക്ക് സുഗമമായി യാത്ര ചെയ്യാൻ സാധിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കുക. ഇൻഫോ പാർക്ക് ഭാഗത്തു നിന്ന് എറണാകുളം ഭാഗത്തേക്ക് പോകേണ്ടവർ കാക്കനാട് സിഗ്നൽ ജംഗ്ഷനിൽ വന്ന് റൈറ്റ് തിരിഞ്ഞ് ഒരു 100 മീറ്റർ മുന്നേ പോയി ലെഫ്റ്റിലേക്ക് ആലപ്പാട്ട് നഗർ വഴി കയറിയാൽ കാക്കനാട് എൻജിഒ ക്വാർട്ടേഴ്സ് ഭാഗത്തു നിന്ന് വരുന്ന റൂട്ടിലേക്ക് കയറി എറണാകുളം ഭാഗത്തേക്ക് പോകാൻ സാധിക്കും. അതുപോലെ തന്നെ ഇൻഫോ പാർക്ക് ഭാഗത്തു നിന്ന് കളമശ്ശേരി ഭാഗത്തേക്ക് പോകുന്ന ആളുകൾ സിഗ്നൽ ജംഗ്ഷനിൽ വരാതെ IMG ജംഗ്ഷനിൽ നിന്ന് കാക്കനാട് ജംഗ്ഷൻ വഴി KBPS ജംഗ്ഷൻ വഴി സീപോർട്ട് എയർപോർട്ടിൽ എത്തുന്നതായിരിക്കും നല്ലത്. മറ്റൊന്ന്, ഞാൻ ആദ്യം സൂചിപ്പിച്ചത് ഇൻഫോ പാർക്ക് എന്ന എറണാകുളം ഭാഗത്തേക്ക് പോകുന്നവർക്ക് സിഗ്നൽ ജംഗ്ഷൻ വഴിയും പോകാം. അതല്ല എന്നുണ്ടെങ്കിൽ കാക്കനാട് ജംഗ്ഷൻ വഴി വന്ന് ഓലിമുകൾ ജംഗ്ഷൻ വഴി എൻജിഒ ക്വാർട്ടേഴ്സ് വഴി എറണാകുളം ഭാഗത്തേക്ക് പോകാനും സാധിക്കും. ആലപ്പാട്ട് നഗർ വഴിയുള്ള റോഡ് വളരെ വീതി കുറവാണ്, ട്രാഫിക് കുരുക്കുണ്ട്. ഇനി കാക്കനാട് ഇരുമ്പനം ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഇൻഫോ പാർക്ക് എക്സ്പ്രസ് വേ ആ ഒരു ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ വ്യവസായ മേഖലയുടെ ഭാഗത്തുനിന്ന് വരുന്ന ആളുകൾ കാക്കനാട് ജംഗ്ഷനിൽ ലെഫ്റ്റിലേക്ക് തിരിയാൻ സാധിക്കില്ല. അപ്പോൾ എറണാകുളം വൈറ്റില ആ ഭാഗത്തേക്ക് പോകുന്നവർ കാക്കനാട് ഹോർട്ടിക്രോപ്പ് ജംഗ്ഷൻ അല്ലെങ്കിൽ TV സ്റ്റേഷൻ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് വെണ്ണല വഴി പോവുക. ഇനി വാഴക്കാല ഭാഗത്തേക്കാണ് പോകേണ്ടതെങ്കിൽ കാക്കനാട് സിഗ്നൽ ജംഗ്ഷൻ ക്രോസ് ചെയ്ത് ഒരു 100 മീറ്റർ മുന്നേ പോയി ലെഫ്റ്റിലേക്ക് ആലപ്പാട്ട് നഗർ വഴി കാക്കനാട് എറണാകുളം ഭാഗത്തേക്ക് പോകാൻ സാധിക്കും. ഇനി കളമശ്ശേരി ഭാഗത്തേക്കാണെങ്കിലും നേരെ തന്നെ യാത്ര ചെയ്യാൻ സാധിക്കും. ഇനി കളമശ്ശേരി ഭാഗത്ത് നിന്ന് ഇരുമ്പനം ഭാഗത്തേക്കോ അല്ലെങ്കിൽ ഇൻഫോ പാർക്ക് ഭാഗത്തേക്കോ അല്ലെങ്കിൽ എറണാകുളം ഭാഗത്തേക്കോ പോകുന്നവർ എങ്ങനെ പോകണം എന്ന് നോക്കാം. കളമശ്ശേരി ഭാഗത്തു നിന്ന് സൺറൈസ് ഹോസ്പിറ്റൽ കഴിഞ്ഞ് എറണാകുളം ഭാഗത്തേക്ക് ഉള്ള ആളുകൾ ഓലിമുകൾ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞ് എൻജിഒ ക്വാർട്ടേഴ്സ് വഴി എറണാകുളത്തേക്ക് പോവുക. കളമശ്ശേരി ഭാഗത്തു നിന്ന് വ്യവസായ മേഖല അല്ലെങ്കിൽ ഇരുമ്പനം ഭാഗത്തേക്ക് പോകുന്നവർക്ക് നേരെ തന്നെ പോകാൻ സാധിക്കും. എറണാകുളം ഭാഗത്തേക്ക് പോകുന്നവർ ഒരു കാരണവശാലും കാക്കനാട് സിഗ്നൽ ജംഗ്ഷനിലേക്ക് എത്തരുത്. എത്തിക്കഴിഞ്ഞാൽ വീണ്ടും മുന്നേ പോയി U-ടേൺ എടുത്ത് നമ്മൾ വന്ന വഴിക്ക് തന്നെ തിരിച്ചു പോകേണ്ട ഒരു സ്ഥിതി ഉണ്ടാകും. അതുകൊണ്ട് കളമശ്ശേരി ഭാഗത്തുനിന്ന് വരുന്നവർ എറണാകുളം ഭാഗത്തേക്കാണ് പോകേണ്ടതെങ്കിൽ സൺറൈസ് ഹോസ്പിറ്റൽ കഴിഞ്ഞ് വരുന്ന ആ ജംഗ്ഷനിൽ റൈറ്റ് തിരിഞ്ഞ് എൻജിഒ ക്വാർട്ടേഴ്സ് വഴി എറണാകുളത്തേക്ക് പോകേണ്ടതാണ്. അതുപോലെ കളമശ്ശേരി ഭാഗത്തുനിന്ന് ഇൻഫോ പാർക്ക് ഭാഗത്തേക്കാണ് പോകേണ്ടതെങ്കിൽ കാക്കനാട് സിഗ്നൽ ജംഗ്ഷനിൽ ലെഫ്റ്റ് തിരിഞ്ഞ് പോകാൻ സാധിക്കും. പക്ഷേ അവിടെ കുറച്ച് ട്രാഫിക് കുരുക്കുള്ളത് കൊണ്ട് കാക്കനാട് ജംഗ്ഷൻ വഴി കയറി പോകുന്നതായിരിക്കും നല്ലത്. അല്ലാതെ തന്നെ കാക്കനാട് ഒരുപാട് ട്രാഫിക് കുരുക്കുള്ള ഒരു ഏരിയയാണ്. പ്രത്യേകിച്ച് സിഗ്നൽ ജംഗ്ഷൻ, KBPS ജംഗ്ഷൻ, IMG ജംഗ്ഷൻ, ഓലിമുകൾ ജംഗ്ഷൻ, ഇതെല്ലാം ഒരുപാട് ട്രാഫിക് കുരുക്കുള്ള ഒരു പ്രദേശമാണ്. ഇപ്പോൾ നിലവിലുള്ള ഈ റോഡിന്റെ സാഹചര്യം കൊണ്ട് വൺ വേ ആക്കിയപ്പോൾ അത് ഒന്നുകൂടി കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായും എല്ലാവരും മനസ്സിലാക്കി വരികയാണെങ്കിൽ ഈ ട്രാഫിക് കുരുക്ക് കുറേയൊക്കെ നമ്മൾക്ക് മാറ്റാൻ സാധിക്കും. ഇത് മറ്റുള്ളവരുടെ അറിവിലേക്കായി ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. അതുപോലെ തന്നെ കാക്കനാടുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിങ്ങളിൽ പെട്ടെന്ന് എത്താൻ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പ്രദീപ്, ന്യൂ ഇന്ത്യ, നന്മ 24.